My name is Sherlock Holmes. I've always been more of a thinker than a fighter. The two aren't mutually exclusive. There's an art to fighting. There's an art to war. ഷെർലക് ഹോംസ് സിനിമകളെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ഡയറക്ടർ ഗൈ റിച്ചിനെ കണക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലെ. ആദ്യത്തെ ഷെർലക് ഹോംസ് വരുന്നു, അതിനുശേഷം ഷെർലക് ഹോംസ് എ ഗെയിം ഓഫ് ഷാഡോസ് വരുന്നു. മൂന്നാമത്തെ പാർട്ട് 3യുടെ ഡിസ്കഷൻസ് കാര്യമായിട്ട് ഇങ്ങനെ അഡ്വാൻസ് ചെയ്യുന്ന സമയത്താണ് ചില ഒപ്പീനിയൻ ഡിഫറൻസിന്റെ ഒക്കെ പുറത്ത് ഗൈ റിച്ചിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു പ്രോജക്റ്റ് പോകുന്നത്. എന്തായാലും ഈ ഒരു കേഴ്സിന്റെ പുറത്താണോ എന്നറിയില്ല. ഈ പ്രോജക്റ്റ് ഇതുവരെ ഒരു പ്രിസൈസ് ആയിട്ടുള്ള, അതായത് ഒരു കുറെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ചിട്ട് പൊന്തി വരും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ പ്രിസൈസ് ആയിട്ട് ഈ പ്രോജക്റ്റ് ഓൺ ആണോ അല്ലെ, എന്താണ് ഇതിന്റെ സ്റ്റേജ് എന്നൊന്നും പറയാനായിട്ട് ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. അപ്പോ ഇപ്പോ റോബർട്ട് ഡൗണി ജൂനിയറും അതുപോലെ ജൂഡ് ലോ ഒക്കെ മിക്ക ഫങ്ഷൻസോ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പൊന്തി വരുന്നൊരു ചോദ്യമാണ് ഇത് എപ്പോൾ ആവും, ഈ ഷെർലക് ഹോംസ് വാട്സൺ കോംബോ വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള സംഭവങ്ങളൊക്കെ. പക്ഷേ ആൻസർ ഇതുവരെ ആയിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു വിഷമം തീർക്കാനാണ് ഗൈ റിച്ചി യങ് ഷെർലോക്ക് എന്ന് പറഞ്ഞ വെബ് സീരീസ് പ്രൈമിന് വേണ്ടി ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പൊ ലോജിക്കലി ഐ തിങ്ക് ഇറ്റ് സൗണ്ട്സ് ട്രൂ. അങ്ങനെ അവരുടെ എല്ലാ സാധ്യതകളും ഉണ്ട്. I feel as though I should thank you for saving me from a life of sheer boredom. You are most welcome. അപ്പോ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ സീരീസ് കണ്ടത്. എനിക്ക് ഈ സീരീസ് വളരെ റിഫ്രഷിംഗ് ആയിട്ട് തോന്നി, എൻഗേജിങ് ആയിരുന്നു മോസ്റ്റ്ലി. അപ്പോ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ സീരീസിന്റെ നമുക്ക് നോക്കാം. വെൽക്കം ടു സുമി ടോക്കീസ്. എനിക്ക് ഈ സീരീസിൽ ആദ്യമേ തന്നെ ഷെർലോക്കിനെ കാണുമ്പോൾ ഫീൽ ചെയ്ത ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തോന്നിയ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഒബ്വിയസ്ലി യൂത്ത് എനർജി 19-year-old ഷെർലോക്ക് ആണ് ഈ സീരീസിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടല്ലോ, ഒരു ഫോർമേറ്റീവ് ഏജിലൊക്കെ ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ സ്റ്റേജ്, കുറച്ച് സെന്റിമെന്റൽ ആണ്, ഇടയ്ക്കൊക്കെ ഒന്ന് ലോ ആവുന്നുണ്ട്, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലും ആള് അവിടെ ഇങ്ങനെ സ്റ്റക്ക് ആവുന്നുണ്ട്. ചില ഗൈഡൻസ് ഇങ്ങനെ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ട്, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, അങ്ങനത്തെ ചില ക്യൂട്ടായിട്ടുള്ള ചില സംഭവങ്ങൾ ഈ ഒരു ഏജിന്റെ ബെനിഫിറ്റ് കൊണ്ട് ഈ സീരീസിൽ പല സ്ഥലത്തും കാണാൻ പറ്റും. ഭയങ്കര രസമായിരുന്നു അത് കണ്ടിരിക്കാനായിട്ട്. I'm curious as to why I'm being set up for murder, but I need proof. There are other forces at work. Sorry to bother you, sir. What is it? A bomb. What do you mean a bomb? A bomb is an incendiary device. I know what a bloody bomb is. പിന്നെ ഈ സീരീസിൽ കണ്ട വേറൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ കണ്ട സീരീസുകളിലും സിനിമകളിലൊക്കെ ഷെർലക് ഹോംസ് തന്റെ മുന്നിൽ വരുന്ന കേസുകളൊക്കെ വളരെ ഒരു മെറ്റിക്കുലസ് ആയിട്ട് അനലൈസ് ചെയ്ത് ഉള്ള ഡോട്ടുകളൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് കണക്ട് ചെയ്ത് സോൾവ് ചെയ്യുന്ന ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിൽ നേരെ ഉൾട്ടയാണ്. ഇതിൽ നടക്കുന്ന മിക്ക കേസുകളിലും പ്രതി ഷെർലക് ഹോംസ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക കണക്ട് ചെയ്ത് പോകുമ്പോൾ ഇത് ചെന്ന് എത്തുന്നത് ഷെർലോക്കിന്റെ വീട്ടിലേക്കാണ്. അപ്പോ ഇങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് നമ്മൾ അത്ര അധികം പരിചയമുള്ള ഒരു സംഭവമല്ല. അപ്പൊ ഇത് ഒക്കെ ഒന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഒരു പ്രൊഫൈലിൽ ഈ ഒരു ക്യാരക്ടറിന്റെ പ്രൊഫൈലിൽ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ എന്ന് നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ ഷെർലക് ഹോംസ് പിന്നെ ഇതുകളൊന്നും വായിച്ചിട്ടില്ല. കുറച്ചൊക്കെ കണക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷെ ഇങ്ങനൊരു ഡൈവേർഷൻ ഉണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു. അതായത് ഈ സംഭവങ്ങൾ ഇതിൽ കാണുന്ന യങ് ഷെർലോക്കിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആർതർ കോനൻ ഡോയിൽ അല്ല, പിന്നെ ആരാണെന്നുള്ളതാണ്. അപ്പോൾ ജേർണലിസ്റ്റ് കം റൈറ്റർ ആയിട്ടുള്ള ആൻഡ്രൂ ലെയ്ൻ ആണ് ഈ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒറിജിനൽ ഷെർലക് ഹോംസ് സീരീസുകളിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ആള് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു യങ് അഡൽട്ട് ഫിക്ഷൻ കാറ്റഗറിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് നോവൽസ് ഉണ്ട് ടീനേജേഴ്സിന് വായിക്കാൻ വേണ്ടിയിട്ട്. അതിലെ ക്യാരക്ടറിനെയാണോ യങ് ഷെർലോക്കിൽ ഫീച്ചർ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതിൽ ഗൈരിച്ചി മാത്രമല്ല, ഗൈരിച്ചി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 2 പിന്നെ എപ്പിസോഡ്സ് ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വേറെ മൂന്നോ അതിൽ കൂടുതൽ ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ഒരു മിക്സ് ഓഫ് ഡയറക്ടേഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിക് ഇതിന്റെ കോൺസെപ്റ്റും പിന്നെ ഡെവലപ്മെന്റും ഒക്കെ ചെയ്തിട്ടുള്ളത് ഗൈരിച്ചിയും പീറ്റർ ഹാർനസും കൂടിയിട്ടാണ്. What game are we playing today? What game would you like to play? Don't! Mycroft, what the bloody hell is going on? You mind telling me why your brother is standing at the scene of the crime? അപ്പോൾ ഒബ്വിയസ്ലി ഗൈരിച്ചിയുടെ ആ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു സ്റ്റൈലൊക്കെ ഇതിൽ ഉണ്ട് ഓവറോൾ. പക്ഷെ നമുക്ക് എന്നാലും ഇങ്ങനെ ഒരു മിക്സ് ഓഫ് ഒരു ഡിറക്ഷന്റെ കുറെ ഡയറക്ടേഴ്സ് ചേർന്ന് ചെയ്യുന്നതിന്റെ ഒരു ഡിഫറൻസും നമുക്ക് ഈ സീരീസിൽ കാണാൻ പറ്റും. അപ്പോ എനിക്ക് സത്യത്തിൽ എനിക്കിത് നല്ല ഒരു കണ്ടിരിക്കാൻ ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ ഓരോ ഇൻസിഡൻസിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പോവാണ്. നമുക്കൊരു ബേസ് പ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഇതില് 5 അപ്പോസിൽ എന്ന് പറഞ്ഞ ഒരു സെൻട്രൽ പ്ലോട്ടാണ് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്റ്റലന്മാരെ നമുക്കറിയാലോ, ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല. അപ്പൊ ആ ഒരു സംഭവം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പിക്ചറൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു പണിഷ്മെന്റ് നമ്മൾ തുടക്കത്തിലെ തന്നെ കാണുന്ന പിന്നെ ഷെർലോക്ക് ജയിലിലാണല്ലോ, പിക് പോക്കറ്റിന് ആളെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രദറായിട്ടുള്ള മൈക്രോഫ്റ്റ് അവിടെ പോയിട്ട് ഇടിച്ചിറക്കി കൊണ്ടുവരാണ്. അപ്പൊ അതിന് പണിഷ്മെന്റ് ആയിട്ട് ഓക്സ്ഫോർഡിൽ എത്തുന്ന ഷെർലോക്ക് അവിടെ വെച്ചിട്ടാണ് ജെയിംസ് മൊറിയാറ്റിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഇവരുടെ ഈ പാർട്ണർഷിപ്പ് പിന്നീട് അങ്ങോട്ട് സീരീസ് ഒരു 8 എപ്പിസോഡ് ഉണ്ട്. അത് അക്രോസ് ഈ എപ്പിസോഡിൽ ഇവരെ പാർട്ണർഷിപ്പ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ ഈ മൊറിയാറ്റിനെ കാണുമ്പോൾ ഭയങ്കര ജെന്റിലാണ്, ഭയങ്കര അട്രാക്റ്റീവ് ആണ്, ചാമിങ് ആണ്. അതായത് എല്ലാവരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഷെർലോക്കിനും പല സമയത്തും സ്റ്റക്ക് ആകുമ്പോൾ ലീഡ് ചെയ്യുന്നു. പിന്നെ വളരെ നല്ല മനുഷ്യനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ കുറച്ച് ഒക്കെ എപ്പിസോഡ്സ് പോകുമ്പോൾ ഇടയിലൊക്കെ ആളുടെ റിയൽ ഒരു ക്യാരക്ടറിന്റെ ഷെയ്ഡ്സ് ഇങ്ങനെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഇവര് രണ്ടുപേരുടെ കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഒരു കോംബോ ഇതിൽ കൊണ്ടുവരുന്ന തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു യൂത്ത് എനർജിയാണ്. Work it out. When you have eliminated the impossible, whatever remains, that must be the truth. I do love a secret passage. We're going to solve this together. ഷെർലോക്കായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ റിച്ച് ആൻഡ് പ്രിവിലേജ്ഡ് കിഡായിട്ടുള്ള, വീട്ടിലെല്ലാവരും സിനിമയിലാണല്ലോ, പിന്നെ ഹീറോ ഫൈൻസ് ടിഫിൻ ആണ്. നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. പിന്നെ അതുപോലെ തന്നെ മൊറിയാറ്റി, സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഒരു എഡ്ജ് കൂടി നിൽക്കുന്നത് മൊറിയാറ്റിനെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ആളുടെ ഒരു സ്ക്രീൻ പ്രസൻസും അല്ലെങ്കിൽ കാര്യങ്ങൾ ഇതിൽ ഡീൽ ചെയ്യുന്നതും എല്ലാവരും കൂടി ഇങ്ങനെ കളിച്ചൊക്കെ നിൽക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ചും കൂടി ഒരു മാർക്ക് നമുക്ക് കൂടുതൽ കൊടുക്കാൻ തോന്നുന്ന ആള് ഇതിൽ ശരിക്കും പറഞ്ഞ ഈ ഡൊണാൾഡ് ഫിൻ ചെയ്യുന്ന മൊറിയാറ്റിയുടെ ക്യാരക്ടറാണ്. പിന്നെ ഇതിലൊരു പാരലൽ പ്ലോട്ട് നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 5 അപ്പോസിൽസിന്റെ പിന്നെ കുറച്ച് കാര്യമായിട്ട് എഫക്ട് ചെയ്ത ഒരു ക്യാരക്ടർ സൈഡിൽ വരുന്നുണ്ട്. സബ് പ്ലോട്ടാണ്. പക്ഷെ സബ് പ്ലോട്ട് അല്ല, മെയിൻ പ്ലോട്ടായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പോകുന്നു. ഈ 3 ക്യാരക്ടേഴ്സിന്റെയും പാർട്ടുകളൊക്കെ എപ്പോഴും ക്രോസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് അവര് ഫ്രണ്ട്സ് ആണോ അതോ എനിമിയാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. അപ്പൊ ഇത് സെയിൻ ആണ് ചെയ്യുന്നത്. അപ്പം കുറെ മാർഷൽ ആർട്ടൊക്കെ വരുന്ന, അതൊരു ചൈനീസ് ഒരു പ്രിൻസസ് ആ ഒരു രീതിയിലാണ് ഇതിൽ പിക്ചറൈസ് ചെയ്യപ്പെടുന്നത്. ഈ ക്യാരക്ടർ ഒരുപാട് മാർഷൽ ആർട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു റിവെഞ്ച് സ്റ്റോറി പാരലൽ പ്ലോട്ടായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരുടെ 3 പേരുടെയും ഒരു സംഭവമാണ് ആക്ച്വലി ഈ സീരീസിന്റെ ഒരു എന്താ പറയാ ഒരു ഡ്രൈവ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത്. ഈ പ്ലോട്ടും ഇതിനു ചുറ്റും ഇവർ ചെയ്യുന്ന ആക്ഷൻസുമാണ്. അതിങ്ങനെ അവസാനം വരെ പോകുന്നു. അവസാനമാകുമ്പോഴേക്കും അതിന്റെ ലീഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഷെർലോക്ക് ഹോംസിന്റെ വീട് വരെ എത്തുന്നു. അപ്പോൾ ഷെർലോക്ക് ഹോംസിന്റെ വീടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര രസകരമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. അതായത് എനിക്ക് സത്യത്തിൽ മൈത്രേനെയാണ് ഓർമ്മ വന്നത്. അതായത് ഷെർലോക്ക് ഹോംസിന്റെ അച്ഛനായിട്ടുള്ള സൈലസ്
അങ്കിളായിട്ടുള്ള പിന്നെ ജോസഫ് ഫൈൻസ് തന്നെയാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഈ അതായത് ഹീറോ ഫൈൻസിന്റെ അങ്കിളായിട്ടുള്ള ജോസഫ്. അപ്പൊ ഇതില് മൂപ്പര് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാല് മൂപ്പരുടെ എല്ലാ ഓപ്പറേഷൻ, ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പോ മൂപ്പരുടെ എല്ലാ ഓപ്പറേഷൻസും കുടുംബത്തെ പിരിച്ചുവിട്ടിട്ടാണ് മൂപ്പര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമായിട്ട് തോന്നി. അങ്ങനെ ഫൈനലി ഇതെല്ലാതും കൂടി ഇങ്ങനെ പല പല കാര്യങ്ങളിലൂടെ നടന്ന് ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നതാണ് ഈ സീരീസിന്റെ മൊത്തത്തിലുള്ള ഒരു തീം എന്ന് പറയുന്നത്. 8 എപ്പിസോഡ്സും അത് ഇടയ്ക്കൊക്കെ ഒന്ന് അതൊക്കെ ലോ ഒക്കെ ആവുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാവുന്ന ചില എപ്പിസോഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പിക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അങ്ങനെ ഡ്രോപ്പ് ആക്കുന്നില്ല മൊത്തത്തില്. Holmes, let me illuminate you. You've no idea what's at stake here. പിന്നെ ഇതിലെ മെയിൻ മറ്റു ക്യാരക്ടേഴ്സ് പിന്നെ ഇതില് ഷെർലക്കിന്റെ അമ്മയായിട്ട് നമ്മള് നടാഷ മെക്ലോൺ വരുന്നുണ്ട്. അപ്പൊ അവര് ഞാൻ സത്യത്തിൽ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഒരു സീരീസ് ഇങ്ങനെ ഓർമ്മ, കുറേ നാളായി ഇവരെ കണ്ടിട്ട് ഏതെങ്കിലും സിനിമയിലൊക്കെ. അപ്പം ഒരു സീരീസ് ഓർമ്മ വന്ന് കോവിഡ് സമയത്തൊക്കെ വളരെ ഹിറ്റായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഡെസിഗ്നേറ്റഡ് സർവേ എന്ന് പറഞ്ഞ സീരീസ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഫസ്റ്റ് ലേഡി ആയിരുന്നല്ലോ ഇവര്. അപ്പൊ എനിക്ക് സത്യത്തിൽ ആ ഒരു ഇതുകളൊക്കെ സീനുകളൊക്കെ ഓർമ്മ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു. ആ ഒരു ഓർമ്മ വന്നു. പിന്നെ ഇതില് ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറായിട്ട് നിൽക്കുന്ന ബിയാട്രിസ്, അത് ചെയ്യുന്നത് ഹോളി കാറ്റിലാണ്. പിന്നെ ഒബ്വിയസ്ലി മൈക്രോഫ്റ്റിനെ പറയാൻ വിട്ടുപോയി. മൈക്രോഫ്റ്റ് ചെയ്യുന്നത് പിന്നെ മാക്സ് അയൺസ് ആണ് വരുന്നത്. അത് എല്ലാവരും അറിയാലോ, മൂപ്പരുടെ അച്ഛനും ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു പലരും ഈ ആക്ടർ ഫാമിലി എന്നൊക്കെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇതിൽ സെൻട്രൽ ക്യാരക്ടറായിട്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. എല്ലാവരും ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള എനർജി ഒക്കെ ഈ സീരീസിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു ഫ്രഷ്നെസ് തോന്നി. പിന്നെ സെറ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞ പ്രൊഡക്ഷൻ ക്വാളിറ്റിയുടെ കാര്യമൊന്നും പറയേണ്ടതില്ലല്ലോ. പക്ഷെ എനിക്കുണ്ടല്ലോ ഇങ്ങനെ പല കൺട്രീസിലൂടെ ഇത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട് ഈ കേസിന്റെ കാര്യമായിട്ട്. പക്ഷെ അതൊക്കെ എനിക്കൊരു ഉഡായിപ്പ് സെറ്റുകളായിട്ടാണ് തോന്നിയത്. പക്ഷെ പഴയ ലണ്ടൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഹോഴ്സ് റൈഡ് ഒക്കെ, അതിന്റെ മേലുള്ള പഴയ ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത് പിന്നെ ഇൻവെസ്റ്റിഗേഷനൊക്കെ കാണാനൊക്കെ ഒരു രസമുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഈ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ചില എപ്പിസോഡുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടും ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടും ഫീച്ചർ ചെയ്യപ്പെട്ട ഒരു സീരീസ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യത്തിൽ. ഇത് സീസൺ 1 ആണ്. അപ്പോൾ ഗായ് റിച്ചിയുടെ ഒരു പ്രസൻസ് വേണം എന്നാണ് കേട്ടോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. റിച്ചി ക്യാരക്ടറിനെ ഡീൽ ചെയ്യുന്ന പോലെ മറ്റുള്ളവർക്ക് എത്രമാത്രം കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. അറിയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ ചിലര് പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ വേറൊരു പെർസ്പെക്റ്റീവ് കൊണ്ടുവരാനും പറ്റും. അപ്പൊ അങ്ങനെ ഈ വെബ് സീരീസ് നിങ്ങൾക്ക് 8 എപ്പിസോഡ് ഉണ്ട്. അത്യാവശ്യം ലെങ്തി ആണ്. പക്ഷെ പെട്ടെന്ന് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ സീരീസ് കാണാവുന്നതാണ്. ഞാൻ ശരിക്കും റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. വലിയ അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഗ്രേറ്റ് വർക്ക് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ വാച്ചബിൾ ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള നല്ലൊരു സീരീസാണ്. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേറൊരു സിനിമ സീരീസ് ഒക്കെ എൻ്റെ അടുത്ത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. I feel as though I should thank you for saving me from a life of sheer boredom. You are most welcome.